ഹലോടാ മക്കളെ, നമ്മള് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയാ പഠിച്ചത് ആറ്റത്തിന്റെ ഡിഫറെന്റ് മോഡൽസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാര് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റം മോഡൽസ് ആണല്ലേ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച മോഡൽസ്? പ്ലം പുഡിംഗ് മോഡൽ പഠിച്ചു, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചു, ബോർ മോഡൽ ഓഫ് ആറ്റം ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ നമ്മള് ഇലക്ട്രോൺസിനെ പറ്റിയും കുറച്ച് പഠിച്ചു, പ്രോട്ടോൺസിനെ പറ്റി പഠിച്ചു, ന്യൂക്ലിയസിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ. ന്യൂക്ലിയസിനെ പറ്റി പഠിച്ചു, ഇലക്ട്രോൺസിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രോട്ടോൺസിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. ആൻഡ് നമ്മൾ വേറെ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോവാണ് ന്യൂട്രോൺസ്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു സബ് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺസ്. ഓക്കെ, ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? ന്യൂട്രോൺസ് ഉള്ളത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് കേട്ടോ, ന്യൂക്ലിയസിലാണ്. സോ 1932 Chadwick discovered another subatomic particle which had no charge. ന്യൂട്രോണിന് എന്താ ചാർജ് ആടാ? ന്യൂട്രോൺ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ആലോചിക്കാം ന്യൂട്രൽ അല്ലെ, അതിന് ചാർജ് ഒന്നും ഇല്ല, അതിന് ചാർജ് ഇല്ല. പ്രോട്ടോൺ ആണെങ്കിലോ, പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ്, പി എന്ന് ആലോചിച്ചാൽ മതി. പ്രോട്ടോൺ പോസിറ്റീവ്. ഇലക്ട്രോൺ ആണെങ്കിൽ E- എന്നല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പോലും. സോ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ E- നെഗറ്റീവ്, ആൻഡ് ന്യൂട്രോണിനോ നോ ചാർജ് അല്ലേ, ചാർജ്ലെസ് ആണ്. അവർക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല കേട്ടോ, ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ആരാ? ചാഡ്വിക് ആണ്. ആൻഡ് എ മാസ് നിയർലി ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. അപ്പൊ ഓൾമോസ്റ്റ് പ്രോട്ടോണിന്റെ തന്നെ മാസ് ആണ് ആർക്കുള്ളതടാ? ഓൾമോസ്റ്റ് പ്രോട്ടോണിന്റെ തന്നെ മാസ് ആണ് ന്യൂട്രോണിനും ഉള്ളത്. ഓക്കെ, ഇറ്റ് വാസ് ഇവൻച്വലി നെയിംഡ് ആസ് ന്യൂട്രോൺ. ഫസ്റ്റ് ന്യൂട്രോൺ എന്നല്ല, അതിന് ന്യൂട്രോണിന് പേരിട്ടു. സോ ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ല കേട്ടോ, അവർക്ക് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. സോ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ന്യൂട്രോൺസ് എവിടെയുള്ളത്? ന്യൂക്ലിയസിലാണ്. ഇൻ ജനറൽ ന്യൂട്രോൺ ഈസ് റെപ്രസെന്റഡ് ആസ് N. പ്രോട്ടോൺ P എന്നാ റെപ്രസെന്റ് ചെയ്ത, ഇലക്ട്രോൺ E- എന്നാ, ന്യൂട്രോണിനെ നമ്മൾ N എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Mass of an atom is therefore given by the sum of the masses of protons and neutrons present in the nucleus. അപ്പം ഒരു ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസുകളുടെ സമ്മാണ് ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്, ഒരു ആറ്റത്തിന്റെ മാസ് എന്താന്നാ പറഞ്ഞത്? എവിടെയാ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാ പറഞ്ഞത് ആറ്റം? ഇത് ആറ്റം ആണെങ്കിൽ ഇത് സെന്ററിലല്ലേ മാസ് ഉള്ളത്? ന്യൂക്ലിയസിലല്ലേ? ന്യൂക്ലിയസിൽ ആരാ ഉള്ളത്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട് അല്ലെ. പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പം പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും കൂടെ ചാർജ് അല്ല കേട്ടോ ഇത്. പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ ആണ് എന്താ? ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് അല്ലെ. ബാക്കി മാസ് ഒക്കെ നെഗ്ലിജിബിൾ ആണ്. നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആറ്റത്തിന്റെ മാസ് എവിടെയാ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? എവിടെയാ? സെന്ററിലാണ് അല്ലെ. ആറ്റത്തിന്റെ സെന്ററിലാണ് അതിന്റെ മാസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ പ്രോട്ടോണും ന്യൂട്രോണും മാസ് എവിടെയാ? സെന്ററിൽ. അപ്പം ആറ്റത്തിന്റെ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? മാസ് ഓഫ് ന്യൂട്രോണും മാസ് ഓഫ് പ്രോട്ടോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറ്റത്തിന്റെ മാസ് കിട്ടും. Clear? So the mass of an atom is therefore given by the sum of the masses of proton and neutrons present in the nucleus. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണും ന്യൂട്രോണും അതിന്റെ മാസ് കൂട്ടിയാലാണ് നമുക്ക് ആറ്റത്തിന്റെ മാസ് കിട്ടുന്നത്. ഓക്കെ, so how are electrons distributed in different orbits? നെക്സ്റ്റ് നമ്മൾ ഡിസ്ക്രീറ്റ് ഓർബിറ്റ്സ് ഉണ്ട്, അവിടെയാണ് ഇലക്ട്രോൺസ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞത്? ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓർബിറ്റ്സിലാണ് ആരുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത് അല്ലെ. ഇലക്ട്രോൺസ് ഉള്ളത് ഈ ഓർബിറ്റിലാണ്, അവരിങ്ങനെ റിവോൾവ് ചെയ്യാണെന്നാണ് പറഞ്ഞത് അല്ലെ. സോ
എന്താണ് ആ ഇലക്ട്രോൺസ് ഓർബിറ്റ്സിലാണുള്ളത്. ഈ ഓർബിറ്റ്സിൽ എത്ര ഇലക്ട്രോൺ വെച്ച് ഉണ്ടാവും അറിയോ നിങ്ങൾക്ക്? ഓരോ ഓർബിറ്റിലും ആണ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഓരോ ഓർബിറ്റിലും ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓരോ ഓർബിറ്റിലും അപ്പം എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും അറിയോ? ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും അറിയോ? So the distribution of electrons into different orbits of an atom was suggested by Bohr and Bury. അപ്പം ഇവരാണ് ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരാണ്, ബോർ ആൻഡ് ബ്യൂറി. സോ റൂൾസ് ഫോർ റൈറ്റിംഗ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറെന്റ് എനർജി ലെവൽസ്. നമ്മൾ എനർജി ലെവൽസിന്റെ പേരെന്താ പറഞ്ഞത്? കെ ആണ് ഫസ്റ്റ്, എൽ ഉണ്ട്, പിന്നെ എം ഉണ്ട്, പിന്നെ എൻ ഉണ്ട് അല്ലെ. ഇങ്ങനെയാണ് എനർജി ലെവൽസ് വരുന്നത് അല്ലെ. കെ എൽ എം എന്ന് പറഞ്ഞിട്ടാണ് എനർജി ലെവൽസ് വരുന്നത്. സോ ദ മാക്സിമം, ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. The maximum number of electrons present in a shell is given by the formula 2n square. 2n square. ഈ ഫോർമുല നിങ്ങൾ ഭംഗിയിൽ പഠിക്കണം കേട്ടോ. ഈ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. 2n square ആണ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 2n square. ഇപ്പൊ തന്നെ പഠിച്ചോ 2n square. 2n square. അവിടെ ഇവിടെയും 2 ഉണ്ട് അല്ലെ, രണ്ടും 2 ആവുകൊണ്ട് സിമ്പിൾ ഓർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നെങ്ങാനും 3 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാടില്ലേ പഠിക്കാൻ? സിമ്പിൾ അല്ലേ? 2n square. 2n square. 2n square വെച്ചിട്ടാണ് 2n square വെച്ചിട്ടാണ് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഈ n എന്താ, n എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രോൺ ആണോ എന്താന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. n എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓർബിറ്റ് നമ്പർ ആണ്. ഓക്കെ, n is the ഓർബിറ്റ് നമ്പർ അല്ലെങ്കിൽ എനർജി ലെവലിന്റെ നമ്പർ ആണ് n എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ആറ്റത്തിന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2n square ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ വൃത്തിയിലൊരു ആറ്റം മോഡൽ വരച്ചു തരാം, നീറ്റ് ആയിട്ടൊരു ആറ്റം മോഡൽ വരച്ചു തരാം. ന്യൂക്ലിയസ് ആണ്. ഏതാ ഷെല്ല്? ഫസ്റ്റ് ഷെൽ അല്ലെ. ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആണ്. പ്ലസ് ചാർജ് ഉണ്ടാവുക, പോസിറ്റീവ് ചാർജ് അല്ലെ. ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്, അപ്പൊ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ ഇത് ഫസ്റ്റ് ഷെല്ലാ, കെ ഷെല്ല്. ഇനി സെക്കൻഡ് ഷെല്ല് വരയ്ക്കണം. സെക്കൻഡ് ഷെല്ലാ, കെ എൽ ഷെല്ല് അല്ലെ, എൽ ഷെല്ല്. ഇനി തേർഡ് ഷെല്ല് വരയ്ക്കണം. ഇത് ഷെല്ല്, എം ഷെല്ല്, കെ എൽ എം. ഇനി ഫോർത്ത് ഷെല്ല്. ഇങ്ങനെ ഷെല്ലുകൾ ഇങ്ങനെ അടുക്കി പെറുക്കി വരച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഓർബിറ്റിന്റെ മോഡൽ. അപ്പൊ ഫസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞു, ഇത് മുട്ടണം കേട്ടോ, ഷെല്ലല്ലേ. അപ്പം കെ ഷെല്ല്, എൽ, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് എം ഷെല്ല്, ഇത് എൻ ഷെല്ല്. അപ്പം എന്റെ ഡൗട്ടാണ്, കെന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, എല്ലിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, എമ്മിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, എന്നിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ ഒരു ഇക്വേഷൻ തന്നു അല്ലെ, 2n square അല്ലെ. 2n square വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എനർജി ലെവൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെല്ല്. അപ്പം എനിക്ക് കെ ഷെല്ല് ഫസ്റ്റത്തെ ഷെല്ലാണ്, ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് ന്യൂക്ലിയസ്, ഇത് പോട്ടെ, ഇത് ന്യൂക്ലിയസ്. ഓക്കെ, ഫസ്റ്റത്തെ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷനാ കൊടുക്കുക? 2n square അല്ലെ. അപ്പൊ ഫസ്റ്റ് ഷെല്ല് എങ്ങനെയാ ഇലക്ട്രോൺ കണ്ടുപിടിക്കുക? 2 into ഫസ്റ്റ് ഷെല്ലല്ലേ കെ ഷെല്ല്, ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്, ഫസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ കെ ഷെല്ല് എങ്ങനെയാണ്? കെ ആണ് ഇത്. കെ ഷെല്ല് ആണെങ്കിൽ 2 into n square. n എത്രയാ? ഫസ്റ്റ് ആകുമ്പോ 1, 2 into 1 square. എത്രയാ അത്? 2 into 1ന്റെ സ്ക്വയർ എത്രയാ? 1ന്റെ സ്ക്വയർ എത്രയാ? 1. 2 into 1 that is 2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കിട്ടി. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ അല്ലെ. അപ്പൊ കെ ഷെല്ലിൽ നമുക്ക് 2 ഒരു ഇലക്ട്രോൺ ഇതെവിടെ, ഒരു ഇലക്ട്രോൺ ഇതെവിടെ.
എവിടെയെങ്കിലും ഒക്കെ വരച്ചാൽ മതി കേട്ടോ. കെ ഷെല്ലിലായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ കെ ഷെല്ലില് നിങ്ങൾക്ക് 2 ഇലക്ട്രോൺ കിട്ടി അല്ലേ? കെ ഷെല്ലില് 2 ഇലക്ട്രോൺ. ഓക്കെ, ക്ലിയർ ആണോ കെ ഷെല്ലിൽ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്? ഇനി നെക്സ്റ്റ് ഷെല്ല് ഏതാ? കെ ഷെല്ല് കഴിഞ്ഞാൽ ബാക്കി ഞാൻ എല്ലാം ഇവിടെ എഴുതാം കേട്ടോ. കെ എൽ ഷെല്ല് അല്ലേ സെക്കൻഡ്? എൽ ഷെല്ല്, എൽ അല്ലെങ്കിൽ സെക്കൻഡ് ഷെല്ല് അല്ലെ? ഇക്വേഷൻ എന്താ? 2n² അല്ലേ? 2n² ആ, ദാറ്റ് ഈസ് 2 into എൽ ഷെല്ല് എന്ന് പറയുന്നത് സെക്കൻഡ് അല്ലേ? അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 2 അല്ലേ? 2 into 2². 2 into 2² സോൾവ് ചെയ്യാൻ അറിയില്ലേ? 2² ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒരിക്കലും 2 into 2 ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ അങ്ങനെ എടുക്കരുതേ, അങ്ങനെയല്ല, അത് തെറ്റാ. 2 into 2² ആണ്. 2² ഒരുമിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 2² എത്രയാ? 4. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 into 4. 2 into 4 എത്രയാ? 2 into 4 എത്രയാ? ദാറ്റ് ഈസ് 8 അല്ലേ? സോ രണ്ടാമത്തതിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസാ? 8 ഇലക്ട്രോൺസ് അല്ലെ? 8 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം 2 into 2², 2 into 4 എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസ്. അപ്പം എൽ ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7, 8. 8 ഇലക്ട്രോൺസ് ആണ് രണ്ടാമത്തെ ഷെല്ലില് ഉള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 8 ഇലക്ട്രോൺസ് ആണ് കെ എൽ ഷെല്ലില് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് തേർഡ് ഷെല്ല് പഠിക്കണം. ദാറ്റ് ഈസ് കെ എൽ എം അല്ലെ? എം ഷെല്ല്, ദാറ്റ് ഈസ് തേർഡ് ഷെൽ. ഇക്വേഷൻ എന്താ? 2n² 2n² അല്ലെ? സോ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2 into n അപ്പൊ എത്രയാ? തേർഡ് ആണ് അല്ലെ? അപ്പം എന്നിന്റെ വാല്യൂ എത്രയാ? 3. അപ്പൊ 2 into 3². ഫസ്റ്റ് 3² കണ്ടുപിടിക്കണം കേട്ടോ, അങ്ങനെയാണ് ഈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 2 into 3² എന്ന് പറഞ്ഞാല് 9. 2 into 9 അപ്പൊ എത്ര വരും? 18 വരും അല്ലെ? 18 വരും. അപ്പം കെ എൽ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 18 ഇലക്ട്രോൺ ഉണ്ടാവേണ്ടത് അല്ലെ? അപ്പൊ 18 ഇലക്ട്രോൺസ് ആണ് വരിക. ഓക്കെ, ഇനി എൻ ഷെല്ല്. എൻ ഷെല്ല് എന്ന് പറയുന്നത് ദി ഫോർത്ത് ഷെൽ അല്ലെ? ഫോർത്ത് ഷെൽ അല്ലേ? അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2n². ദാറ്റ് ഈസ് 2 into 4² അല്ലെ? 4² എത്രയാ? 16 ആണ് അല്ലെ? അപ്പൊ 2 into 16 വരും. ദാറ്റ് ഈസ് 32. 32 ഇങ്ങനെയാണ് നാലാമത്തെ ഷെല്ലിൽ. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 32 ഇലക്ട്രോൺസ് ഉണ്ടാവും. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, പിന്നെ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും, പിന്നെ 18 ഇലക്ട്രോൺസ് ഉണ്ടാവും, പിന്നെ 32 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഷെല്ലില് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തിൽ 2, 18, 2, 8, 18, 32 ഇങ്ങനെയായിരിക്കും ഷെല്ലിന്റെ ഓർഡറിനനുസരിച്ചായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നുണ്ടാവുക. അപ്പൊ ആദ്യത്തെ 4 ഷെല്ലാണ് നമ്മൾ പഠിച്ചത്. കെ എൽ എം എൻ. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് 2n². ക്ലിയർ അല്ലേ? 2n². Okay, hence the maximum number of electrons in different shells are as follows. ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. Okay, first orbit അല്ലെങ്കിൽ K shell 2 into 1² അല്ലെ? 2 into 1², 2. Second orbit or L shell will be 8. എങ്ങനെയാ കിട്ടിയത്? 2n² അല്ലെ? 2 into 2² അല്ലെ? 2 into 2² ചെയ്തപ്പം 2 into 4 എന്ന് കിട്ടി അല്ലെ? അങ്ങനെയാണ് 8 കിട്ടിയത്. Third orbit or M shell will be എങ്ങനെയാ? Third orbit വരുമ്പം 2n² അല്ലേ? 2 into n in the square. Third എന്ന് പറയുമ്പോൾ n 3. So 2 into 3². That is 2 into 3² 9 അല്ലേ? അപ്പൊ എത്രയാ? 18. Okay. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ഓർബിറ്റ് അല്ലെങ്കിൽ എൻ ഷെൽ എന്ന് പറയുന്നത് 32 ആയിരിക്കും അല്ലെ? എങ്ങനെയാ? 2 into 4² അല്ലെ? 2n² അല്ലേ? 2 into n² അല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ 2 into 4² എന്ന് പറയുന്നത് will be 32. 4ന്റെ സ്ക്വയർ 16 into 2. That is 32. ഇങ്ങനെയാണ്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല. ദാറ്റ് ഈസ് 2n². 2n² വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. So, the maximum number of electrons that can be accommodated in the outermost orbit is 8.
എപ്പോഴും ഏറ്റവും പുറത്ത് അല്ലെ കുറെ ഓർബിറ്റ്സ് പറഞ്ഞു അല്ലെ, കെ പറഞ്ഞു, എൽ, എം, എൻ, ഇങ്ങനെ കുറെ ഓർബിറ്റ്സ് പറഞ്ഞില്ലേ. ഈ ഓർബിറ്റ്സില് ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിന്റെ അകത്ത്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റിന്റെ അകത്ത്, ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിന്റെ അകത്ത് നിൽക്കാൻ പറ്റുന്ന maximum number of electrons that can be accommodated in the outermost orbit is 8. എത്ര ഇലക്ട്രോണാ പറ്റുള്ളൂ? ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിനെ ബാക്കി ഉള്ളിലേക്കുള്ള ഷെല്ലിലേക്കാണ് ഇടേണ്ടത്. ഏറ്റവും പുറത്തുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺസേ പാടുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺസ് ആർ നോട്ട് അക്കോമഡേറ്റഡ് ഇൻ എ ഗിവൺ ഷെൽ അൺലെസ് ദി ഇന്നർ ഷെൽസ് ആർ ഫിൽഡ്. അപ്പം ആദ്യം എവിടെ ഫില്ല് ചെയ്യണം? ഇന്നർ ഷെൽസ് ഫിൽ ചെയ്യണം. ആദ്യം ഇന്നർ ആയിട്ടുള്ള ഓർബിറ്റ്സ് ഒക്കെ ഫിൽ ചെയ്യണം, എന്നിട്ടേ പുറത്തുള്ള ഓർബിറ്ററിലേക്ക് ഇലക്ട്രോൺസ് പോകുള്ളൂ. Okay, that is the shells are filled in a stepwise manner. Okay, stepwise manner ലാണ് ഷെല്ല് ഫിൽ ചെയ്യുക. അതായത് ഇപ്പൊ ഇത് ന്യൂക്ലിയസ്, ഇത് ന്യൂക്ലിയസ്, ഇവിടെ ഷെല്ലിൽ ഇലക്ട്രോൺ ഒന്നുമില്ല, ഇവിടെ എന്നിട്ട് 2 ഇലക്ട്രോൺ, എന്നിട്ട് അടുത്ത ഷെല്ലിൽ ഇലക്ട്രോൺ ഒന്നുമില്ല, അതിന്റെ അടുത്ത ഷെല്ലിൽ 4 ഇലക്ട്രോൺ, ഇങ്ങനെ അല്ല ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുക. ഓക്കെ, സ്റ്റെപ്പ് വൈസ് മാനറിലാണ് നടക്കുക. അപ്പം ഇലക്ട്രോൺസിനെ എങ്ങനെയാ ഫില്ല് ചെയ്യുക? സ്റ്റെപ്പ് വൈസ് ആയിട്ടാ ഫില്ല് ചെയ്യുക. കാരണം ആദ്യം 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തിട്ട് 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ഷെല്ലിൽ പിന്നെ അടുത്ത 8 ഇലക്ട്രോൺസ് ആണ്, അങ്ങനെ ഫില്ല് ചെയ്തിട്ടേ പോകുള്ളൂ. ഓക്കെ, അപ്പം ഉള്ളിലത്തെ ഷെല്ല് ഫില്ല് ചെയ്യാതെ പുറത്തേക്കുള്ള ഷെല്ല് എന്ത് ചെയ്യില്ല? ഫില്ല് ചെയ്യില്ല. ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് സ്റ്റെപ്പ് വൈസ് മാനറിലാണ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇലക്ട്രോൺസ് ആർ നോട്ട് അക്കോമഡേറ്റഡ് ഇൻ എ ഗിവൺ ഷെൽ unless the inner shells are filled. That is, the shells are filled in a stepwise manner. Stepwise mannerലാണ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. സോ നിങ്ങൾ നോക്കിക്കേടാ, ഹൈഡ്രജന് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ കേട്ടോ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇതെല്ലാം ന്യൂക്ലിയസ് ആണ്. ഈ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സാധനമൊക്കെ ന്യൂക്ലിയസ് ആണ്. ഇതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജ്. ഓക്കെ, സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾസ് ആണ് അല്ലെ? സിമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ല മിടുക്കി കുട്ടികളാണ്. സോ മിടുക്കന്മാരും മിടുക്കികളുമാണ്, മിടുക്കന്മാരും മിടുക്കികളും. സോ ഹൈഡ്രജന് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ അതിനെ നമ്മള് ഫസ്റ്റത്തെ കെ ഷെൽ അല്ലെ, ഫസ്റ്റത്തെ ഷെല്ലാണ്, 1 ഇലക്ട്രോണിനെ കാണിച്ചു കൊടുത്തു. ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺസിനെ കണ്ടോ നിങ്ങള്? ആൻഡ് ലിഥിയം കണ്ടോ? ലിഥിയത്തിന് 3 ഇലക്ട്രോണാ ഉള്ളത്. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? ആദ്യത്തെ 2 ഇലക്ട്രോണിനെ ആദ്യത്തെ ഷെല്ലില് കെ ഷെല്ലില് ഫില്ല് ചെയ്യണം, എന്നിട്ട് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ അല്ലെ? അപ്പം ആദ്യത്തെ 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു, 3rd ഇലക്ട്രോണിനെ ഇവിടെ ഫില്ല് ചെയ്തു. ആൻഡ് ബെർലിയത്തിന് 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ആദ്യത്തെ ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ പാടുള്ളൂ? ഫസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം പാടുണ്ടോ? 16 എണ്ണം പാടുണ്ടോ? 32 എണ്ണം പാടുണ്ടോ? പാടില്ല. ഫസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺസേ പാടുള്ളൂ. പിന്നെ 2 കഴിഞ്ഞാല് പിന്നെ 8, 18, 32 അങ്ങനെയാണ് അല്ലെ പോകുന്നത്. സോ ബെർലിയത്തിന് 4 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ 2 എണ്ണം ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണേ പാടുള്ളൂ അല്ലെ? ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണേ പാടുള്ളൂ. സോ ആ 2 എണ്ണം ഫില്ല് ചെയ്തിട്ട് ബാക്കി വരുന്ന സാധനം എന്ത് ചെയ്യും? പുറത്തേക്ക് നെക്സ്റ്റ് ഷെല്ലിലേക്ക് പോകും. അപ്പം അടുത്ത 2 എണ്ണം, അപ്പൊ 4 ഇലക്ട്രോൺസ് ആയി അല്ലെ? ഇങ്ങനെ തന്നെയാണ് ബാക്കിയും. ആദ്യം ഫില്ല് ചെയ്യും. ഇത് ഫസ്റ്റ്, ഇത് 1ഉം 2ഉം ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഇത് 13 പീരിയോഡിക് ടേബിളിൽ 14ാമത്തെ ഗ്രൂപ്പാണ് ഇത്. ഇത് 15 ആണ്, 16, 17, 18 ഇങ്ങനെയാണ് ഗ്രൂപ്പ് വരുന്നത് കേട്ടോ. പീരിയോഡിക് ടേബിൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഇപ്പൊ. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ഉള്ളിലത്തെ ആദ്യം ഷെല്ലുകൾ ഫില്ലായിട്ട് മാത്രമേ ബാക്കിയുള്ള ഷെല്ലുകൾ ഫില്ലാവുള്ളൂ. ഓക്കെ. സോ നിയോൺ നിങ്ങൾ നോക്കിയേ, ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വേണം അവർക്ക്, 8 ഇലക്ട്രോൺസ് വേണം. ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ? അവരുടെ ലാസ്റ്റത്തെ ഹീലിയം വേണ്ട. ഹീലിയം എന്ന് പറയുന്ന ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അവർ സ്റ്റേബിൾ ആണ്, അവർക്ക് 2 ഇലക്ട്രോൺ മതി, അവർ സ്റ്റേബിൾ ആയിക്കോളും. പക്ഷെ നിയോണിനെ നോക്ക് നിങ്ങള്, ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2, 3, 4, 5, 6, 7, 8 അല്ലെ? 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? 8 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. ആൻഡ് ആർഗണിനെ നോക്കിക്കേ, ലാസ്റ്റത്തെ ഷെല്ല് മാത്രം നോക്കിയേ, 1,
2 3 4 5 6 7 8 8 ഇലക്ട്രോൺസ് അല്ലേ? 8 ഇലക്ട്രോൺസ്. അപ്പം നിയോൺ ആണെങ്കിലും ആർഗൺ ആണെങ്കിലും 8 ഇലക്ട്രോൺസ് ആണ് പുറത്തുള്ള ഷെല്ലിലുള്ളത്. നിങ്ങൾ അതിപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അത് ഓർത്ത് വെച്ചോ. നമുക്ക് വീണ്ടും ഒരു കോണ്ടെക്സ്റ്റിൽ അത് പറയാനുണ്ട്. ഓക്കെ, സോ ഇതാണ്. ബാക്കി ഫ്ലൂറിൻ നോക്കിക്കേടാ. ഇത് ഫ്ലൂറിൻ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ആണ്. എഫ് ഫ്ലൂറിൻ ആണ്. എത്ര ഇലക്ട്രോൺസ് ഉള്ളത് നോക്ക്? 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ആണ് അല്ലെ പുറത്തുള്ള ഷെല്ല്. നെക്സ്റ്റ് ക്ലോറിൻ ആണെങ്കിലും അങ്ങനെ തന്നെ. സി എൽ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആ 7 ഇലക്ട്രോണാ പുറത്തുണ്ടാവുക. 4 5 6 7 ഇലക്ട്രോൺ പുറത്തുണ്ട്. ഓക്കെ, ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോണാ പുറത്തുണ്ടാവുക. ഇത് ഓക്സിജൻ ആണ്. O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. 1 2 3 4 5 6 ഇലക്ട്രോൺ. സൾഫർ ആണ് എസ്. 6 ഇലക്ട്രോൺ ഉണ്ടാവും. 1 2 3 4 5 6 ഇലക്ട്രോൺ അല്ലെ. ആൻഡ് നൈട്രജന് 4 ഇലക്ട്രോൺ 5 ഇലക്ട്രോൺ ഉണ്ടാവുക. ഓക്കെ, 3 4 5 നൈട്രജൻ ഫോസ്ഫറസ് ഇവരൊക്കെ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാ. ഫോസ്ഫറസിനും 5 ഇലക്ട്രോണാ പുറത്തുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോൺ. കാർബൺ ആണെങ്കിൽ 4 ഇലക്ട്രോണാ പുറത്തുണ്ടാവുക. 14ാമത്തെ ഗ്രൂപ്പിന് 4 ഇലക്ട്രോണാ. സിലിക്കൺ ആണെങ്കിലും 4 ഇലക്ട്രോൺ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 13ാമത്തെ ഗ്രൂപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 3 ആയിരിക്കും. ഇതിനേക്കാളും 13നേക്കാളും 10 കുറച്ചാൽ മതി. ഇതിൽ 4 ആണ്. 14ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണിത്. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 14ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 14ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ഇവരുടെ പുറത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 10 കുറച്ചാൽ മതി. 15ാമത്തെ ആണെങ്കിലും 15ന്ന് 10 കുറച്ചാലുള്ളതായിരിക്കും ഇവരുടെ പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺ. 16ാമത്തെ ആണെങ്കിൽ 16ന്ന് 10 കുറച്ചതായിരിക്കും ഇവരുടെ 6 ഇലക്ട്രോൺ അല്ലേ. 16ന്ന് 10 പോയാൽ 6 അല്ലേ. അതായിരിക്കും ഇവരുടെ പുറത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത്. 17ാമത്തിൽ നിന്ന് 10 കുറച്ചാല് അതായിരിക്കും ഇവരുടെ പുറത്തുള്ള ഷെല്ലിന്റെ ഇലക്ട്രോൺസ്. 18ാമത്തെ ഗ്രൂപ്പിലാണെങ്കിലും അതിൽ നിന്ന് 10 കുറച്ചതായിരിക്കും അവരുടെ പുറത്തുള്ള ഷെല്ലിന്റെ ഇലക്ട്രോൺ. ദാറ്റ് ഈസ് 8 ഇലക്ട്രോൺസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ അമംഗ് ഷെൽസ്. ഷെൽസിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ്. കുറെ എലമെന്റ്സും കുറെ സിമ്പിളും ടെക്സ്റ്റിനകത്തുള്ള സെയിം കോളമാണ്. സെയിം കോളാണ്. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് നമുക്ക് ബാലൻസ് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടെ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, സോ വാലൻസി ആണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. വാലൻസി. ഓക്കെ, യു നോ വാട്ട് ഈസ് വാലൻസി? വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പഠിക്കാം നമുക്ക് വാലൻസി എന്താന്ന്. The electrons present in the outermost shell of an atom known as the valence electrons. അപ്പം പുറത്തുള്ള നമ്പർ ഞാൻ ഇപ്പൊ കുറെ പുറത്തുള്ള ഇലക്ട്രോൺസിന് എണ്ണി അല്ലെ. 8 പുറത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. 7 പുറത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. 6 ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയാ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ആൾക്കാരുള്ളതുണ്ടായിരുന്നു. 5 ആൾക്കാരുള്ളതായിരുന്നു. കാർബൺ ഒക്കെ ആണെങ്കിൽ 4 ആൾക്കാരുള്ളതായിരുന്നു. 3 ആൾക്കാരുള്ളത് കണ്ടു. 2 ആൾക്കാരുള്ളത് കണ്ടു. ഒറ്റ ആൾക്കാരുള്ളതും കണ്ടു. ഓക്കെ, അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രല്ലേ നമ്മൾ എടുത്തു പറഞ്ഞത്. അതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുറെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതൊന്നും പറഞ്ഞില്ല അല്ലെ. ഇതിന്റെ ഉള്ളിലത്തെ ഷെല്ലിലെ കഥയൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ഇവിടുത്തെ കാര്യമൊന്നും പറഞ്ഞില്ല. പുറത്തുള്ളത് മാത്രം ജസ്റ്റ് എണ്ണിപ്പോയി അല്ലെ. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ കാര്യമാണ് നമ്മൾ വാലൻസിയില് മെയിൻ ആയിട്ട് നോക്കാം. ഓക്കെ, ഏറ്റവും പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. So, electrons present in the outermost shell of an atom are known as the valence electrons. ഏറ്റവും പുറത്തുള്ള ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും പുറത്തുള്ള ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിനെയാണ് എന്ത് പറയാ? valence electrons. എന്താ പറയാ? valence electrons. outermost shell of an atom can accommodate a maximum of 8 electrons. നേരത്തെയും പറഞ്ഞു അല്ലെ, ഏറ്റവും പുറത്തെ ഷെല്ലില് എപ്പോഴും 8 ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, outermost shell of an atom can accommodate a maximum of 8 electrons. It was observed that atoms of elements completely filled with 8 electrons in the outermost shell show little chemical activity. outermost ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആ മാക്സിമം ഉണ്ടാവുക അല്ലെ.
ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് മാക്സിമം ഉണ്ടാവുക. ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കൂല. ഓക്കെ, അവര് വേറെ ആൾക്കാരുടെ അടുത്തൊന്നും കെമിക്കൽ റിയാക്ഷനിലൊന്നും അവർ പങ്കെടുക്കില്ല. അവര് നമ്മള് പറയും, എന്ത് പറയും, അവർക്ക് വേറെ ആൾക്കാരായിട്ടൊന്നും കമ്പൈൻ ചെയ്യാനൊന്നും പറ്റൂല. അവർക്ക് 8 ഇലക്ട്രോൺ കിട്ടി, ഇനി അവർക്ക് ഇലക്ട്രോണിനെ വേണ്ടാന്താനും അവരുടെ സാധനത്തിന് കൊടുക്കുകയില്ല. ഓക്കെ, അവർക്ക് 8 ഇലക്ട്രോൺ വേണം. 8 ഇലക്ട്രോൺ ആണ് ഒരു ആറ്റത്തിന്റെ ഏറ്റവും പുറത്ത് എപ്പോഴും 8 ഇലക്ട്രോൺസ് ഉണ്ടാവാനാണ് നോക്കുക. ഓക്കെ, അപ്പം 8 ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാര് 8 ഇലക്ട്രോൺ പുറത്തെ ഇലക്ട്രോൺസ് നമ്മൾ എന്താ പറയാ, വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. വാലൻസ് ഇലക്ട്രോൺസ് 8 ഇലക്ട്രോൺ ഉള്ള ആൾക്കാര് അവർക്ക് കെമിക്കൽ ആക്ടിവിറ്റി കുറവായിരിക്കും. അവർ വേറെ ആരടുത്തും പോയിട്ട് ഇനി എനിക്ക് ഇലക്ട്രോൺ തരുമെന്ന് ചോദിക്കുകയില്ല. അവർ ഉള്ള 8 ഇലക്ട്രോൺസിന് അവര് വിട്ടുകൊടുക്കുകയില്ല. ക്ലിയർ ആയോ മക്കളെ? അവർ ആ 8 ഇലക്ട്രോൺസും കൊണ്ട് ഇങ്ങനെ മിണ്ടാതെ ഇരുന്നോളും. അവരെവിടെയും പോയിട്ട് റിയാക്ട് ചെയ്യാനൊന്നും പോവില്ല. അവർക്ക് കയ്യിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, അവർ ആ ഇലക്ട്രോണും കൊണ്ട് അവിടെ ഇരുന്നോളും. Okay, so completely filled with the 8 electrons in the outermost shell show little chemical activity. അവർ അധികം chemical activities ഒന്നും കാണിക്കില്ല. In other words, their combining capacity or valency is 0. അവരുടെ combining capacity അല്ലെങ്കിൽ valency എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അവർ വേറെ ആരടുത്തും പോയിട്ട് കമ്പൈൻ ചെയ്യാനൊന്നും പോകൂല. അവരുടെ വാലൻസി എത്രയാണെന്ന് നമ്മൾ പറയാ, അവരുടെ വാലൻസി 0 ആണ്. അവർക്ക് ഇനി ഇലക്ട്രോണിനെ വേണമെന്നും പറയൂല, ഞാൻ എന്റെ ഇലക്ട്രോണിനെ കുറച്ച് എനിക്ക് തരാമെന്നും പറയൂല. ഓക്കെ, അതാണ് അവരുടെ വാലൻസി 0 ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പുറത്തേ ഷെല്ലില് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 പുറത്തേ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പൈനിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അവർക്ക് ഇനി ഇലക്ട്രോണിനെ തരുമെന്നും ചോദിക്കില്ല, നിനക്ക് ഇലക്ട്രോണിനെ വേണമെന്നും ചോദിക്കില്ല. ഓക്കെ, സോ അവരുടെ കമ്പൈനിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് among inert elements the helium atom has 2 electrons in its outermost shell and all other elements have atoms with 8 electrons in the outermost shell. കണ്ടതല്ലേടാ നമ്മള് inert elementsന്റെ കാര്യം? ഓക്കെ, inert elements കണ്ടോ? ഹീലിയം മാത്രം കണ്ടോ 2 ഇലക്ട്രോൺസ് കിടക്കുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും നമ്മൾ എണ്ണിയിലെ 8 ഇലക്ട്രോൺസ് ആണ്. ഇതാ 8 ഇലക്ട്രോൺസ് ആണ് അല്ലെ ഇവർക്കൊക്കെ. ഇനേർട്ട് നിയോൺ, ആർഗൺ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനൺ, റാഡൺ, ഇവർക്കൊക്കെ 8 ഇലക്ട്രോൺസ് ആണ് ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഉണ്ടാവുക. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഹീലിയത്തിന് 2 എണ്ണം, ബാക്കി ഇനേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. The combining capacity of the atoms of elements or their tendency to react and form molecules with atoms of the same or different elements was thus explained as an attempt to attain a fully filled outermost shell. അപ്പം ഒരാൾക്കാര് അവരെ തന്നെ ആൾക്കാരുമായിട്ടോ അല്ലെ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇലക്ട്രോൺ ചോദിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് ഇലക്ട്രോണിനെ വേണമെന്നൊക്കെ ചോദിക്കുക എപ്പോഴാ? അവർക്ക് 8 എണ്ണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് 8ൽ കൂടുതലാണെങ്കിലും പറ്റൂല. അപ്പൊ 9 എണ്ണാണോ അങ്ങനെ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നില്ലേ അവര് ഇലക്ട്രോണിനെ വാങ്ങിക്കുക. 7 എണ്ണൊക്കെ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനും കൂടെ തരുമോ, ഞാൻ 8 ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചിരിക്കും കേട്ടോ. സോ അപ്പം 7 ആവില്ല, 9 ഒന്നും ആയിരിക്കില്ല, അവർക്ക് 8 എണ്ണാ വേണ്ടത്. ഓക്കെ, അപ്പൊ പുറത്തേ ഷെല്ലില് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് അല്ലെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ an outermost shell which had 8 electron was said to possess an octet. അതിനാണ് ഒക്ടറ്റ് എന്ന് പറയാ. ഒരാൾക്ക് ഏറ്റവും പുറത്ത് വാലൻസ് ഇലക്ട്രോൺസ്, ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് 8 എണ്ണമാണെന്നുണ്ടെങ്കിൽ അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നാ പറയാ. ഓക്കെ, ഒക്ട എന്നൊക്കെ പറഞ്ഞാൽ 8 എന്നർത്ഥം. ഓക്കെ, ഒക്ടറ്റ്. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലില്
8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്താന്നാ പറയാ? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നാ പറയാ. ഓക്കെ, സോ they was said to possess an octet. അവര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു, അവർക്ക് ഒക്ടറ്റ് ഉണ്ട് എന്നാ പറയാം. 8 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ, അല്ലെങ്കിൽ അവർക്കുള്ള ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തവരാണ് എന്ന് പറയും. Atoms would thus react so as to achieve an octet in the outermost shell. This was done by sharing, gaining or losing electrons. Okay, അപ്പം ആറ്റം എന്തിനായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക? ആറ്റം എന്തിനായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക? അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക. അവർക്ക് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വേണം. ക്ലിയർ അല്ലേ? ഏറ്റവും പുറത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് ആറ്റം സ്റ്റേബിൾ ആവുക. ഈ 8 ഇപ്പം 7 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി പറ്റും? എങ്ങനെ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി പറ്റും? വേറെ ആരോടെങ്കിലും ചോദിക്കാം, അല്ലെ എനിക്കൊരു ഇലക്ട്രോൺ തരുമോ എന്ന് ചോദിക്കാം. ഓക്കെ, എനിക്കൊരു ഇലക്ട്രോൺ തരുമോ എന്ന് ചോദിക്കാം. അപ്പൊ കിട്ടുകയാണെങ്കിൽ അവര് ഗെയിൻ ചെയ്യുക അല്ലെ ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ഒന്നില്ലെങ്കിൽ 7 ആൾക്കാരാണെങ്കിൽ എനിക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി തരുമോ, ഒരു ഇലക്ട്രോൺ എനിക്ക് തരുമോ എന്ന് ചോദിക്കാം. ഗെയിൻ ചെയ്യും. ഇപ്പം 9 ആൾക്കാരാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോസ് ചെയ്യാം അല്ലെ. ഒന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ പോക്കിക്കഴിഞ്ഞാൽ 9 ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ പോക്കിക്കഴിഞ്ഞാൽ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 8 ഇലക്ട്രോൺ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്യുകയും ചെയ്യാം. അത് 2 ആൾക്കാർ ഒരേപോലെയുള്ള ആൾക്കാരാണെങ്കിൽ അത് വേണമെങ്കിൽ ഷെയർ ചെയ്ത് ഒരു ഇലക്ട്രോണും 2 ആൾക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ആ രീതിയിൽ അവർക്ക് ഷെയർ ചെയ്തും എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ അവരെന്ത് ചെയ്യും? 8 ഇലക്ട്രോൺസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അവര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പെടാപ്പാട് പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, so atoms would thus react so as to achieve an octet in the outermost shell. This was done by sharing, gaining or losing of electrons. Okay, electrons നെ ഷെയർ ചെയ്തിട്ടോ ലൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ടോ അവര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. Okay, so the number of electrons gained, lost or shared so as to make the octet of electrons in the outermost shell gives us directly the combining capacity of the element. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും വാലൻസി. സോ ഒരു എലമെന്റിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? അത് എത്ര ഇലക്ട്രോൺസിനാണോ വാങ്ങിയത്, ഗെയിൻ ചെയ്തത്. ഒക്ടറ്റ് കംപ്ലീറ്റ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ഒക്ടറ്റ് അല്ലെ. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എത്ര ഇലക്ട്രോൺസിനെ വാങ്ങി, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ കൊടുത്തു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ആറ്റത്തിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ the number of electrons gained, lost or shared so as to make the octet of electrons in the outermost shell gives us directly the combining capacity of the element or valency. Okay, അതാണ് വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആറ്റം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺസിനെ വാങ്ങിച്ചു, എത്ര ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി, ലോസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ആൾക്കാരെ ഷെയർ ചെയ്തു എന്നത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ വാലൻസി മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാലൻസ് ഇലക്ട്രോൺസും വാലൻസിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായോ? ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസും ഉണ്ട്, ആൻഡ് വാലൻസി. ഇത് രണ്ടും രണ്ട് സാധനമാണ്. വാലൻസ് ഇലക്ട്രോൺസും ഉണ്ട്, വാലൻസിയും ഉണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പുറത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് വാലൻസ് ഇലക്ട്രോൺ. അത് ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം അല്ലെ. കാർബണിന് 4, 5 ആവാം, നൈട്രജന് 5 അല്ലെ. അങ്ങനെ ഓരോ എലമെന്റിന്റെയും ഏറ്റവും പുറത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് പറയാം. അത് ഓരോ ആറ്റത്തിനും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആൻഡ് വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസ് ഇലക്ട്രോൺ അത്. ആൻഡ് വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആറ്റം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവര്
എത്ര ഇലക്ട്രോൺസിനെ വാങ്ങി അല്ലെങ്കിൽ കൊടുത്തു അല്ലെങ്കിൽ ഷെയർ ചെയ്തു. ദാറ്റ് മീൻസ് ഷെയറിംഗ്, ഗെയിനിങ് ഓർ ലോസിങ് ഓഫ് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണോ അതിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് വാലൻസി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. So, hydrogen, lithium, sodium atoms contain one electron each in their outermost shell. Therefore, each one of them can lose one electron. So, they are said to have valency of 1. Okay. Valency of magnesium is 2 and that of aluminum is 3. ഇത് ഞാൻ പറഞ്ഞുതരാവേ. ഹൈഡ്രജന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്കൂ, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം ഉണ്ട് അല്ലെ? ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, ഈ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 അല്ലേ? 1 അല്ലേ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നോക്കൂ നിങ്ങൾ, ലിഥിയം നോക്കൂ, സോഡിയം നോക്കൂ. സോഡിയം ടിപ്പിക്കൽ ആയിട്ട് ഞാൻ സോഡിയം പറഞ്ഞുതരാം. Na, സോഡിയം Na. ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാ? സോഡിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 1 അല്ലെ? ഏറ്റവും പുറത്തേ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി 1. സോഡിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 1. ആൻഡ് ഈ ഒരു ഒറ്റ ഇലക്ട്രോണിനെ അവർ ലൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ, അവർക്ക് ആ ഇലക്ട്രോൺ വേണ്ട. അവർ വിചാരിക്കുക എനിക്ക് ഈ ഇലക്ട്രോൺ വേണ്ട, 1 ഇലക്ട്രോൺ എനിക്ക് വേണ്ടാന്ന് വിചാരിക്കുക. അവർ ആ 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ, പിന്നെ അവർക്ക് ഏത് ഷെല്ലാ ഉള്ളത്? അതിന്റെ തൊട്ടുള്ളിലത്തെ ഷെല്ല് നോക്കിയ മക്കളെ നിങ്ങൾ, 1, 2, 3, 4, 5, 6, 7, 8. ആ 8 ഇലക്ട്രോൺസ് ഉള്ള ഒരു ഷെല്ല് കിട്ടിയില്ല. ഏറ്റവും പുറത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺസ് കിട്ടി. ആ ഏറ്റവും പുറത്തൊരു ഷെല്ല് വാലൻസ് ഇലക്ട്രോൺ 1 ആയിരുന്നു. ആ ഒറ്റ ഇലക്ട്രോണിനെ കളഞ്ഞ സമയത്ത്, ആ ഒരു ഇലക്ട്രോൺ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് പുറത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺസിനെ കിട്ടി. സിമ്പിൾ ആയില്ലേ? അവർക്ക് എന്ത് ചെയ്തു? അവരത് ലൂസ് ചെയ്തു അല്ലെ? അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് ആ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയ സമയത്ത്, ലൂസ് ചെയ്ത സമയത്ത് അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കിട്ടി. ദാറ്റ് മീൻസ് അവർക്ക് എന്ത് കിട്ടി? ഒക്ടറ്റ് ആയില്ലേടാ? അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസിനെ കിട്ടി. അതിന് വേണ്ടിയിട്ടായിരിക്കില്ല അവർ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾ ഇവിടെ നോക്കൂ, 17ാമത്തെ ഗ്രൂപ്പിൽ നോക്കൂ, ഇവിടെ ഫ്ലൂറിനെ കണ്ടോടാ. ഓക്കെ, ഈ 17ാമത്തതിൽ നിങ്ങൾ ഫ്ലൂറിനെ നോക്കിക്കേ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 1, 2, 3, 4, 5, 6, 7 അല്ലെ? 7 ഇലക്ട്രോൺസ് ആണ് അവർക്കുള്ളത്. അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഇനി എവിടെന്നെങ്കിലും അവർക്ക് ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിയെന്ന് വിചാരിച്ചോ, ഒരാളെ കൂടി, ഒരു ഇലക്ട്രോണിനെ കൂടെ അവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? അവർക്ക് ഒരാളും കൂടെ വന്നു, 8 ഇലക്ട്രോൺസ് ആയില്ലേ? അവർക്ക് അപ്പം 8 ഇലക്ട്രോൺസിനെ കിട്ടി. 8 ഇലക്ട്രോൺസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരും ഒക്ടറ്റ് ആയില്ലേ? അവർക്കും 8 ഇലക്ട്രോൺ ആയി. അവർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രോണിനെ പക്ഷേ കിട്ടണം, ഒരു ഇലക്ട്രോണിനെ കിട്ടണം. അപ്പം ഫ്ലൂറിന്റെ വാലൻസി എത്രയാന്നാ നമ്മൾ പറയാ? 1 ആന്നാ പറയാ കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിലും അവർ നഷ്ടപ്പെടുത്തുന്ന ഇലക്ട്രോൺ ആണ് അതിന്റെ വാലൻസി. അപ്പൊ സോഡിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത്, സോഡിയം ഒരാളെ കളഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ ആയി. സോ അവരുടെ വാലൻസി 1 ആണ് കേട്ടോ. അവർക്ക് ഒരാളെ കളഞ്ഞാൽ പോരെ. അപ്പം ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ആണ്. ഫ്ലൂറിന്റെ കേസിലാണെങ്കിൽ അവർക്ക് ഒരാളെ കിട്ടിയാൽ മതി അല്ലെ? അപ്പം അവിടെയും വാലൻസി 1 ആണ്. ഓക്കെ, സോ അതാണ് വാലൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ഇൻ their outermost shell. Therefore, each of them can lose 1 electron. So, they are said to have valency of 1. സോഡിയത്തിന്റെ വാലൻസി എത്രയായിരുന്നടാ? 1 ആയിരുന്നു അല്ലെ? അവർക്ക് ആ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയാൽ മതി. ആൻഡ് വാലൻസി ഓഫ് magnesium is 2 and that of aluminum is 3. magnesium ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? Mg എപ്പോഴും Mg2+ എന്നല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Mg2+ എന്ന് എഴുതുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാല് അവർക്ക് എന്താവും അറിയോ? അവർക്ക് ആ 2 ഇലക്ട്രോൺസിനെ പോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് ആയിട്ടുള്ള 8 ഇലക്ട്രോൺസ് ആയിരിക്കും പുറത്തുണ്ടാവുക. അപ്പൊ അവര്
2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സോ അവർക്ക് വാലൻസി എന്ന് പറയുന്നത് 2 ആയിരിക്കും കേട്ടോ. Mg2+ എഴുതുന്ന കാണുന്നില്ല, അതിന്റെ ചാർജ് അവർക്ക് 2 ഇലക്ട്രോൺ അവർ നഷ്ടപ്പെടുത്തി. ആൻഡ് Al3+ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേടാ, Al3+ എന്ന് കണ്ടിട്ടില്ലേ? Al3+ എഴുതുന്നത് എന്തുകൊണ്ടാ? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ 3 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് അവര് ഒക്ടറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം Mg2+, Al3+ എന്നൊക്കെ ആക്കി വെക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആക്കിയിട്ട് സ്റ്റേബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ മെഗ്നീഷ്യം എപ്പോഴും Mg2+ ആയിട്ടും അലൂമിനിയം Al3+ ഒക്കെ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. Okay, if the number of electrons in the outermost shell of the atom is close to its full capacity, then valency is determined in a different way. Okay, അത് നമ്മൾ വേറൊരു ഡിഫറെന്റ് വേയിലാണ് കണ്ടുപിടിക്കുക. For example, the fluorine atom has 7 electrons in the outermost shell and its valency could be 7. അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലൂറിന്റെ കേസിൽ അല്ലെ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ഫ്ലൂറിൻ ഞാൻ കാണിച്ചു തന്നു. ഫ്ലൂറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ഉള്ളത് അല്ലെ, 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 7. പക്ഷെ വാലൻസി അതല്ലാന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ 7 ഇലക്ട്രോണും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ ഉള്ളിലുള്ള എത്ര എണ്ണം കിട്ടുമായിരുന്നു? നിങ്ങളത് നോക്കിക്കേടാ. ഈ ക്ലോറിന്റെ ഫ്ലൂറിൻ പോട്ടെ, ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ വിചാരിച്ചോ, ഈ ക്ലോറിനെ എടുക്കുന്നതെന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് അല്ലേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ആണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ഈ വാലൻസ് അവർക്ക് എന്താ വേണ്ടത്? 8 ഇലക്ട്രോൺസ് അല്ലേ ഏറ്റവും പുറത്ത് വേണമെന്ന് പറഞ്ഞത്. അവർക്ക് ഫോർ ബെറ്റർ അവർക്ക് ഈ ഒരു ഷെല്ല് മൊത്തത്തിൽ എടുത്തു കളഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്താൽ പോരെ? അവരതിന് നിൽക്കില്ല. അവർക്ക് 7 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് അവർ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാനല്ല നോക്കുക. അവർക്ക് 7ന്റെ കൂടെ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ മതി. അപ്പം അവിടെയും 8 ഇലക്ട്രോൺസ് ആയിക്കോളും കേട്ടോ. അപ്പം അവരെപ്പോഴും വാലൻസി എന്ന് പറയുന്നത് മിനിമം ആക്കാനാ നോക്കുക കേട്ടോ. മിനിമം ആക്കാനാ നോക്കുക. അവർ 7 എണ്ണത്തിനെ കളഞ്ഞിട്ട് ഒക്ടേറ്റ് ആക്കാനല്ല നോക്കുക. ഒരാളെയും കൂടെ കിട്ടിയിട്ട് നെഗറ്റീവ് ചാർജ് ആയി കഴിഞ്ഞാല് അവർക്ക് ഒക്ടേറ്റ് ആയി. ഓക്കെ, ഈ 7 ഉള്ളിടത്തുനിന്ന് അവര് പോയിട്ട് ഇനിയും 7 എണ്ണത്തിനെ കളയാൻ നോക്കൂല. അവര് ഒരാളെ വാങ്ങുകയാണ് ചെയ്യുക. അപ്പോഴാണ് ഒക്ടേറ്റ് ആക്കുക. അപ്പം വാലൻസ് ഇലക്ട്രോൺ 7ഉം വാലൻസി 1ഉം ആയിട്ടാ മാറുക. ഓക്കെ, hope that is clear for you. സോ അതാ നമ്മൾ പറഞ്ഞത്, ഫ്ലൂറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് വാലൻസി കുഡ് ബി 7, ബട്ട് ഇറ്റ് ഈസ് ഈസിയർ ഫോർ ഫ്ലൂറിൻ ടു ഗെയിൻ 1 ഇലക്ട്രോൺ ഇൻസ്റ്റെഡ് ഓഫ് ലൂസിംഗ് 7 ഇലക്ട്രോൺസ്. ഹെൻസ് ഇറ്റ്സ് വാലൻസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ സബ്ട്രാക്ടിംഗ് 7 ഇലക്ട്രോൺസ് ഫ്രം ദി ഒക്ടറ്റ് ആൻഡ് ദിസ് ഗിവ് യു ദ വാലൻസി 1 ഫോർ ഫ്ലൂറിൻ. അല്ലെ, ഫ്ലൂറിൻ ഒറ്റ ഇലക്ട്രോണിനെ വാങ്ങുന്നുള്ളൂ ഒക്ടറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഫ്ലൂറിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? വാലൻസ് ഇലക്ട്രോൺസിനെ പറ്റി പഠിച്ചു, വാലൻസിനെ പറ്റി പഠിച്ചു, ഷെല്ലുകളെ പറ്റിയൊക്കെ പഠിച്ചു അല്ലെ. ഷെല്ല്, നമ്പർ ഓഫ് ഷെൽസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. നിങ്ങൾ നന്നായിട്ട് ചാപ്റ്റർ പഠിക്കുക. ബേസിക് ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് കുറച്ച് സാധനം കൂടെ പഠിക്കാനുണ്ട്. ഐസോടോപ്പ്, ഐസോബാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.